കേരളത്തെ നടുക്കിയ അവയവദാന തട്ടിപ്പിൽ ഉൾപ്പെട്ട ഓരോരുത്തരും അന്വേഷണ സംഘത്തിന്റെ വലയിലാവുകയാണ്. അവയവദാനത്തിനായി വ്യാജരേഖ ചമച്ച കേസിൽ കോട്ടയം സ്വദേശി മായയാണ് ഏറ്റവും ഒടുവിലായി അറസ്റ്റിലായത്. കൊച്ചി DCPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മായയെ കസ്റ്റഡിയിലെടുത്തത്. മുഖ്യപ്രതി നജീബ് ഉടമയായ മെഡിക്കൽ ടൂറിസം കേന്ദ്രത്തിന്റെ മറവിലായിരുന്നു വളരെ ആസൂത്രിതമായി അവയവ കച്ചവടം നടന്നിരുന്നത്. കുന്നത്ത് നാട്ടിലെയും പള്ളിക്കരയിലെയും കമ്പ്യൂട്ടർ സെന്ററുകൾ വഴി വ്യാജരേഖകൾ ഉണ്ടാക്കിയതിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അന്വേഷണം നിലവിൽ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് പ്രേക്ഷകരോട് പറയും കൊച്ചിയിൽ നിന്ന് എസ് രാഗി. നിയമാനുസരണമുള്ള അവയവദാന നിയമത്തിന്റെ മറവിൽ അവയവ കച്ചവടം നടത്തി വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയ കേസിൽ സുപ്രധാന അറസ്റ്റാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കോട്ടയം സ്വദേശിനി മായയാണ് പോലീസ് പിടിയിലായത്. മായയെ കൊച്ചി അമ്പലമേട് പോലീസാണ് പിടികൂടിയത്. അതായത് അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മായ വ്യാജരേഖ ചമച്ചു എന്നതാണ് പോലീസിന് വ്യക്തമായിട്ടുള്ള കാര്യം. മഹാരാഷ്ട്ര സ്വദേശിക്ക് അവയവം ആവശ്യമായി വന്നു. അപ്പോൾ ഈ മഹാരാഷ്ട്ര സ്വദേശി തന്റെ സഹോദരനാണെന്ന് കാണിക്കത്തക്ക രീതിയിൽ ഒരു വ്യാജരേഖയുടെ നിർമ്മിതി നടത്തുകയും അത് ചമയ്ക്കുകയും ചെയ്തു എന്നതാണ് ഇവർക്കെതിരെയുള്ള കുറ്റം. ഇത് ഈ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള നജീബിന്റെ സഹായത്തോടു കൂടിയാണ് ചെയ്തത്. മാത്രമല്ല മായ ഇതിന് ഒരു പണവും കൈപ്പറ്റിയിരുന്നു. ഇത്തരം വിവരങ്ങൾ പോലീസിന് മുന്നിലേക്ക് ഉണ്ട്. മാത്രമല്ല ഈ മഹാരാഷ്ട്ര സ്വദേശി ഈ അവയവം ഇവിടെ നിന്ന് അതായത് കൊച്ചിയിലെത്തി സ്വീകരിച്ചു എന്ന വിവരം കൂടി പോലീസിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം വിശദാംശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിപുലമായിട്ടുള്ള ഒരു അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തും. അമ്പലമേട് പോലീസ് നേരത്തെ ഡെബിൻ ജോസഫ് എന്ന് പറയുന്ന ഏജന്റിനെ പിടികൂടിയിരുന്നു. മറയൂർ സ്വദേശിയായിരുന്നു. ആലപ്പുഴയിൽ നിന്നാണ് പിടികൂടിയത്. അത് ഈ നജീബിന്റെ അടുത്ത സുഹൃത്തും ഏജന്റുമായൊക്കെ പ്രവർത്തിച്ച ആളാണ്. ഈ അവയവം ആവശ്യമുള്ളവരെയും അവയവം നൽകാൻ തയ്യാറാവുന്നവരെയും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണിയായിരുന്നു ഡെബിൻ ജോസഫ്. മാത്രമല്ല ഈ കേസിൽ ഈ റഷീദയും അതോടൊപ്പം തന്നെ നജീബും പ്രതികളാണ്. അവരുടെ അറസ്റ്റും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4 പ്രതികളാണ് ഈ കേസിൽ ഇപ്പോൾ നിലവിൽ ഇതുവരെ വന്നിട്ടുള്ളത്. അതിൽ കൂടുതൽ പ്രതികൾ അമ്പലമേട് കേസിൽ ഉണ്ടാകും. നേരത്തെ മറ്റ് പോലീസ് സ്റ്റേഷനുകളിലും കേസുകൾ എടുത്തിരുന്നു. കുന്നത്തുനാട്ടിലാണ് പ്രധാനമായിട്ടുള്ള കേസ് എടുത്തിരുന്നത്. വടക്കേക്കര പോലീസ് സ്റ്റേഷനിൽ കേസ് എടുത്തിരുന്നു. കൂടാതെ കൊല്ലത്തും കേസെടുത്തിരുന്നു. ആദ്യഘട്ടങ്ങളിൽ അറസ്റ്റ് ഉണ്ടാകുന്നത് കുന്നത്തുനാട് പോലീസ് സ്റ്റേഷനിലാണ്. അന്നാണ് നജീബ്, റഷീദ, ഭാര്യ റഷീദ ഉൾപ്പെടെയുള്ളവർ പിടിയിലാകുന്നത്. അന്ന് ഈ വ്യാജരേഖ ചമയ്ക്കാൻ കൂട്ടുനിന്ന, വ്യാജരേഖയുടെ നിർമ്മിതിക്ക് കൂട്ടുനിന്ന ആ ആളുകളൊക്കെ തന്നെ പിടിയിലായിരുന്നു. അങ്ങനെ നിലവിൽ ഈ കേസിൽ ഏകദേശം ഒരു 10ഓളം പേർ ഇതിനോടകം അറസ്റ്റിലായിട്ടുണ്ട്. വിവിധ സ്റ്റേഷനുകളിലെടുത്ത കേസുകളുമായി ബന്ധപ്പെട്ടാണ് ഈ അറസ്റ്റ് ഉണ്ടാകുന്നത്. നജീബിനെയും ഭാര്യ റഷീദയെയും അടക്കം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തതിൽ നിന്ന് ഒട്ടനവധി വിവരങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിനോടകം പോലീസിന് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ മുഹമ്മദ് നജീബ് എങ്ങനെയാണ് ഈ അവയവ കച്ചവടത്തിലേക്ക് എത്തിയത് എന്നത് സംബന്ധിച്ചുള്ള കാര്യമാണ്. അതിനെ പോലീസിന് മുന്നിലേക്ക് വന്നിരിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഇയാളുടെ മൊഴിയായി 2021 ഈ നജീബിന്റെ ബന്ധുവിന് വൃക്ക ആവശ്യമായി വരുന്നു. അങ്ങനെ ഈ നജീബ് ഈ ഒരു മേഖലയിൽ ഇടപെടുന്നു. അങ്ങനെ ഇടപെട്ടപ്പോൾ ഒരു കാര്യം ഇയാൾക്ക് ബോധ്യമാകുന്നു. അതായത് ഇത്തരത്തിൽ നിയമവിരുദ്ധമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഈ മേഖലയിൽ നടക്കുന്നുണ്ട് എന്നത്. മാത്രമല്ല വലിയ സാമ്പത്തിക നേട്ടം ഇങ്ങനെ ഇടപെട്ട് കാര്യങ്ങളൊക്കെ ചെയ്താൽ ലഭിക്കുമെന്ന കാര്യവും ഇയാൾക്ക് ബോധ്യമാകുന്നു. അങ്ങനെയാണ് ഇയാൾ ഈ ഒരു അവയവ കച്ചവടത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. അങ്ങനെ ഒരു വലിയ റാക്കറ്റ് ഇയാൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അങ്ങനെ വലിയ സാമ്പത്തിക നേട്ടവും ഇയാൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതോടൊപ്പം ഈ അവയവ റാക്കറ്റിന്റെ വലയിലേക്ക് എത്ര പേർ വന്നിട്ടുണ്ട് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളും പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് 41 പേർ ഇത്തരത്തിൽ അവയവം ദാനം ചെയ്യാൻ തയ്യാറായി ഇവർക്കിടയിലേക്ക് വന്നിട്ടുണ്ട് എന്നതാണ്. അതായത് അവയവ വിൽപ്പനയ്ക്ക് അത്രയും പേർ തയ്യാറായിരുന്നു, അവർക്ക് പണവും നൽകി ഇയാൾ എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അവരെ സംബന്ധിക്കുന്ന വിവരങ്ങളടക്കം പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് അടക്കം രേഖപ്പെടുത്തും. അതോടൊപ്പം ഇയാളുടെ ഏജന്റുമാരായി പ്രവർത്തിച്ചത് ആരൊക്കെ എന്നത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളിലേക്കും പോലീസ് സംഘം പോവുകയാണ്. പലരും ഇതിനോടകം അറസ്റ്റിലായിട്ടുമുണ്ട്. ഇയാളുടെ ഒരു മോഡസ് ഓഫ് ഓപ്പറാൻഡി എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ കൊടിയ ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ ഇയാൾ തെരഞ്ഞുപിടിച്ച് ആദ്യം കണ്ടെത്തും. അവരുടെ ദാരിദ്ര്യം ചൂഷണം ചെയ്തുകൊണ്ട് അവരെ അവയവദാനത്തിലേക്ക് എത്തിക്കും. അങ്ങനെ അവർക്ക് പണവും നൽകും. പിന്നീട് അവരെ ഏജന്റുമാരാക്കി മാറ്റുകയാണ് തന്ത്രം. അങ്ങനെ ആ ഏജന്റുമാർ വഴി കൂടുതൽ പേരിലേക്ക് എത്തി അവയവദാനത്തിന് പ്രേരിപ്പിക്കുകയാണ് ഇയാൾ ലക്ഷ്യമിട്ടിരുന്നത്. അങ്ങനെ ആണ് ഇയാൾ ഈ കാര്യങ്ങൾ നടപ്പാക്കി വന്നിരുന്നത്. മാത്രമല്ല ഇയാൾ പലരിൽ നിന്നും പല റേറ്റാണ് ഫിക്സ് ചെയ്തിരുന്നത്. അതായത് അവയവം ആവശ്യമുള്ളവരിൽ നിന്ന് ഇയാൾ വാങ്ങിച്ചിരുന്നത് 35 ലക്ഷം വരെ രൂപയാണ്. അങ്ങനെ ആ രൂപ വാങ്ങും. അതോടൊപ്പം തന്നെ അവയവം കൊടുക്കാൻ തയ്യാറായി വരുന്നവർ, ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, അവർക്ക് 10 ലക്ഷം രൂപയാണ് നൽകിയിരുന്നത്. അപ്പോൾ ബാക്കി വലിയ തോതിലുള്ള തുക, ആ തുക കമ്മീഷനായി പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഏജന്റുമാർക്ക് നൽകും, ഇയാൾ എടുക്കും. ഇതൊക്കെയാണ് ചെയ്തിരുന്നത്. അതിനായി ഇയാൾ ഒരു മെഡിക്കൽ ടൂറിസം കമ്പനി രൂപീകരിച്ചിരുന്നു. അതിന്റെ പേര് കലത്രാസ് മെഡിക്കൽ ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡ് എന്നതായിരുന്നു. ആ കമ്പനിയുടെ മറവിലാണ് ഇയാൾ ഈ തട്ടിപ്പത്രയും നടത്തിയിരുന്നത്.
നടത്തിയിരുന്നത്. അവയവം ആവശ്യമുള്ളവർക്ക് ഇത് നൽകും എന്ന കാര്യം ഈ ഒരു സ്ഥാപനം പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ പ്രമുഖ ആശുപത്രികളിലടക്കം ഇത് ഈ അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് സൗകര്യമുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളും പലരെയും പറഞ്ഞ് ഇയാൾ വിശ്വസിപ്പിച്ചിരുന്നു. കൂടാതെ പലരിൽ നിന്നും ഇയാൾ അഡ്വാൻസ് വാങ്ങിയിരുന്നു, നിങ്ങൾക്ക് അവയവം നൽകും എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അങ്ങനെ അഡ്വാൻസ് വാങ്ങിയിട്ട് നൽകാതെ മുങ്ങയും ഇയാൾ ചെയ്തിട്ടുണ്ട് എന്നതാണ് പോലീസിന് ലഭ്യമാകുന്ന വിവരം. അങ്ങനെ 2 അക്കൗണ്ടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പോലീസിന് മുന്നിലേക്ക് ഇയാളുടെ വന്നിട്ടുണ്ട്. പക്ഷേ കൂടുതൽ അക്കൗണ്ടുകൾ ഉണ്ടാകാം എന്നതാണ് പോലീസ് അനുമാനിക്കുന്നത്. ബെനാമി അക്കൗണ്ടുകളടക്കം ഇയാൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതാണ് ബോധ്യമാകുന്നത്. കോടികളായിരിക്കും ഇതിൽ നിന്ന് മറഞ്ഞിട്ടുണ്ടാകുക എന്ന കാര്യമാണ് പോലീസിന് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. നജീബുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തിയപ്പോൾ ഒരു ഡയറി പോലീസ് സംഘം പിടിച്ചെടുത്തിരുന്നു. അതിൽ ഈ അവയവദാനത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. മറ്റു പലരുടെയും ഏജന്റുമാരുടെ അടക്കം പേരുവിവരങ്ങളുണ്ട്. അങ്ങനെ അത് ക്രോഡീകരിച്ച ശേഷം പോലീസ് ഏകദേശം ഒരു 20 പേരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്. അതിൽ പലരും ഇയാളുടെ ഏജന്റുമാരായിരുന്നു എന്നതാണ് ബോധ്യമാകുന്നത്. അപ്പോൾ ഈ കേസിലേക്ക് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും എന്ന സൂചനയും പോലീസ് സംഘം നൽകുകയാണ്. ഇതോടൊപ്പം ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിന് മുന്നിലേക്ക് വന്നിട്ടുണ്ട്. നജീബിനെതിരെ മുൻപ് കൊലക്കേസ് ഉണ്ടായിരുന്നു, കർണാടകയിലായിരുന്നു ആ കേസ്. അതോടൊപ്പം തന്നെ മോഷണ കേസ് അടക്കം ഉണ്ടായിരുന്നു. ഇതോടൊപ്പം മറ്റ് ചില ആംഗിളുകൾ കൂടി പരിശോധിക്കുന്നുണ്ട്. ഹ്യൂമൻ ട്രാഫിക്കിംഗ്, മനുഷ്യക്കടത്ത് ആംഗിൾ, അതോടൊപ്പം തന്നെ നജീബിന്റെ വിദേശ ബന്ധം, ഇതുൾപ്പെടെയുള്ള വിവിധ തലങ്ങൾ ഇപ്പോൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അന്വേഷണം നിർണായക ഘട്ടത്തിലാണ് എന്നതാണ് പോലീസ് സംഘം ഇപ്പോൾ വ്യക്തമാക്കുന്ന കാര്യം. ക്യാമറമാൻ അനൂപ് കൃഷ്ണനൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.